സാലി, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അർച്ചന പറഞ്ഞതുപോലെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദ്യം ചെയ്യൽ ഒന്ന് നേരിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ തിരികെ പോകാം എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ശരിക്കും ഷൈൻ ടോം ചാക്കോ സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ വന്നപ്പോഴേക്കും സാഹചര്യങ്ങളാകെ മാറുന്നു. 3 DYSPമാരാണ് ചോദ്യം ചെയ്യലിന് എത്തിയത്. ആദ്യം ഷൈൻ ടോം ചാക്കോ പോലീസിൻ്റെ ചോദ്യങ്ങളൊക്കെ നിഷേധാത്മകമായ ഒരു നിലപാടിൽ സ്വീകരിച്ചു. പിന്നീട് പോലീസ് ഓരോന്നിൻ്റെയും തെളിവുകൾ എടുത്ത് വളരെ കൃത്യമായി ഷൈനെ കാണിക്കുന്നു. അങ്ങനെ പിന്നീട് താൻ ലഹരി ഉപയോഗിക്കുന്നു എന്ന് ഷൈന് സമ്മതിക്കേണ്ടി വരുന്നു. സജീറുമായി ബന്ധമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. അതിനുശേഷം ഈ ഒരു മെഡിക്കൽ പരിശോധന പോലും ശരിക്കും ഷൈൻ ടോം ചാക്കോ പ്രതീക്ഷിച്ചതല്ല. സാലി, ഷമ്മി, അതായത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടൊരു തന്ത്രപൂർവ്വം പോലീസ് തുടക്കം മുതൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു കേസ് എന്ന നിലയ്ക്ക് തന്നെ പഠിക്കാവുന്ന ഒരു കേസാണിത്. കാരണം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയിൽ നിന്ന്, അതായത് ഷൈനിൽ നിന്ന്, ഷൈനെ ഈ സ്പോട്ടിൽ വെച്ച് പിടിച്ചിട്ടില്ല. ഷൈന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടിയിട്ടില്ല. ഷൈൻ താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടില്ല. മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധമുള്ള ഒരാളെയും ഷൈന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ആ ഹോട്ടലിൽ നിന്നും ആ സമയം പിടികൂടിയിട്ടില്ല. അപ്പൊ ഒരുപാട് വൈതരണികളുള്ള ഒരു കേസായിരുന്നു. ആ കേസിൽ വളരെ തന്ത്രപൂർവ്വം പോലീസ് നീങ്ങി. ഷൈനെ ആദ്യം ഒന്നും ചെയ്തില്ല. മുഴുവൻ തെളിവുകളും, ഫോൺ രേഖകൾ, UPI ട്രാൻസാക്ഷൻസിന്റെ എല്ലാം വിവരങ്ങൾ ശേഖരിച്ച ശേഷം ചോദ്യം ചെയ്യാൻ വിളിച്ചു. ചോദ്യം ചെയ്യാൻ വിളിച്ചാലും ഒരു കാരണവശാലും ഈ മെഡിക്കൽ പരിശോധന, വൈദ്യ പരിശോധന സാധ്യമാകുമായിരുന്നില്ല. കാരണം ആ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇയാൾ പ്രതിയല്ല. ഇയാളെ പ്രതിയാക്കാനുള്ള തെളിവും അന്വേഷണ സംഘത്തിന്റെ കൈവശമില്ല. പ്രതിയാക്കിയാൽ മാത്രമേ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നതടക്കമുള്ള പരിശോധന സാധ്യമാകുമായിരുന്നുള്ളൂ. പക്ഷെ അപ്പൊ പോലീസ് ചില ചോദ്യങ്ങൾ ചോദിച്ചു, ചില കുരുക്കിലേക്ക് വീഴ്ച്ചു. ആ കുരുക്കിൽ നിന്ന് പോലീസ് ഒരു വൈദ്യ പരിശോധനയ്ക്ക് ഒരു FIR ഇടാനുള്ള സാധ്യത കണ്ടെത്തി. ആ FIRന്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രതിയായതോടുകൂടി അയാളുടെ അനുമതി ഇല്ലാതെ തന്നെ അയാളുടെ വൈദ്യ പരിശോധന നടക്കാവുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ വളരെ ശാസ്ത്രീയമായി, വളരെ ബുദ്ധിപൂർവ്വം പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ കേസ് ഇതുവരെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം പോലീസ് വളരെ വിശദമായി തന്നെ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നതാണ്. എങ്ങനെ ഈ ഷൈനിനെ ഈ കേസുമായി ബന്ധപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച്. അപ്പോഴാണ് ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നത്, ചില ഫോൺ കോളുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നത്, സാമ്പത്തിക ഇടപാടുകൾ. സജീറിന് 20,000 രൂപ ആ ദിവസം ഇയാൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുന്ന ആ തെളിവുകളിൽ നിന്നുള്ള ചോദ്യം ചെയ്യലാണ് FIR ഇടാനും ഇയാളെ പ്രതിയാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അതിനെ തുടർന്നാണ് ഇയാളുടെ വൈദ്യ പരിശോധനയ്ക്കുള്ള വഴി തുറന്നത്. ആ വൈദ്യ പരിശോധന എന്ന് പറയുന്നത് സ്രവം, രക്തം, തലമുടി, യൂറിൻ ഇവയെല്ലാം പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതിലെങ്കിലും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞാൽ ഇപ്പൊ പോലീസ് ചുമത്തിയിരിക്കുന്ന NDPS ആക്ടിലെ 27 നിലനിൽക്കും എന്നതാണ് സാഹചര്യം. അപ്പോ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കാം, കൂടുതൽ വകുപ്പിൽ ഇടാം. അതിനിടയിൽ ഈ മറ്റ് വിവരങ്ങൾ, ഇതിനകം തന്നെ തെളിവ് ശേഖരിച്ചു വെച്ചതിന്റെ തുടർ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും. അത് പോലീസ് വളരെ തന്ത്രപൂർവ്വമായി, വളരെ കർശനമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വിളിപ്പിക്കാൻ തീരുമാനിച്ചത്. 22-ന് വരൂ എന്നാണ് ഷൈനോട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഷൈൻ അത് കടന്ന് 21-ന് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് പറഞ്ഞ് 21-ന് പരിശോധനാ ഫലം ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കാം, എങ്കിൽ 21-ന്, അന്ന് ലഭിച്ചില്ലെങ്കിൽ 22-ന്. അപ്പൊ 22-ന് വരുമ്പോൾ ഇന്ന് ജാമ്യം കിട്ടി ഇറങ്ങിപ്പോയതുപോലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് കരുതുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനകം തന്നെ ശേഖരിച്ച തെളിവുകൾക്കൊപ്പം പുതുതായി ലഭിക്കുന്ന തെളിവുകൾ കൂടി ചേരുമ്പോൾ ഇപ്പൊ ചുമത്തിയിരിക്കുന്ന NDPSലെ 27-നും 29A-യും ഒപ്പം മറ്റു വകുപ്പുകളും, ഈ തെളിവുകൾ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകളും, ഇതിന് പുറത്ത് കുറെ വകുപ്പുകൾ കൂടി ചേർക്കാൻ കഴിയും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അപ്പം ഷൈനെ കാത്തിരിക്കുന്ന ഒരു കുരുക്കാണെന്നായിരുന്നു തർക്കമില്ല. അത് 21 ആണെങ്കിലും 22 ആണെങ്കിലും ഷൈനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. 10 വർഷം മുമ്പ് ഇതുപോലൊരു കേസിലാണ് ഷൈൻ അന്ന് അകത്തു പോയത്. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം ആ കേസ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷെ അതല്ല ഇന്നത്തെ സാഹചര്യം. പോലീസ് വളരെ തന്ത്രപൂർവ്വം ശാസ്ത്രീയമായി പരിശോധനയും തെളിവുകളും ശേഖരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വ്യത്യാസം ഈ കേസിലുണ്ട്. സാലി നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഉടമയാണ് ഷൈൻ ടോം ചാക്കോ. നമുക്കറിയാം 2015-ലെ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അയാളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷൈൻ്റെ അച്ഛൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, 10 വർഷം കേസ് നടത്തിയതിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ ഈ ഓലപ്പാമ്പൊന്നും കാട്ടി ഭയപ്പെടുത്തണ്ട എന്ന്. ഇന്നിപ്പോൾ സഹോദരൻ സംസാരിക്കുന്നതും ഏതാണ്ട് സമാനമായ
ഭാഷയിലാണ്. അതായത് നമ്മുടെ ഈ നിയമത്തിൻ്റെ ഒരുവിധം എല്ലാ വകുപ്പുകളും ഈ കുടുംബത്തിന് 3 പേർക്കും നന്നായിട്ട് അറിയാം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാം. ആ ഒരു ആത്മവിശ്വാസത്തിൽ, അതായത് ഇപ്പോൾ സ്വാഭാവികമായ ഒരു കേസിൽ നമുക്ക് ഒരാൾക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണം. ഇവിടെ ഇപ്പം ഓടി രക്ഷപ്പെട്ട് അയാൾ പോയതിന് ശേഷം പിന്നീട് അയാൾക്കെതിരായിട്ട് ഒരു തെളിവും പോലീസിൻ്റെ പക്കൽ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നേരത്തെ സാലി പറഞ്ഞതുപോലെ അന്തരീക്ഷമാകെ മാറുകയാണ്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ അയാളുടെ മുന്നിലേക്ക് വരുന്നു, എല്ലാം സമ്മതിക്കേണ്ടി വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2015 കൊക്കൈനുമായി ഷൈൻ ടോം ചാക്കോയെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. എന്നാൽ ഇന്ന് 2025 വരുമ്പോൾ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്നു വരുന്ന തരത്തിൽ, ഓരോ വീടുകളിലേക്കും കടന്നു വരുന്ന തരത്തിൽ ഭീമാകാരമായ ഒരു രൂപമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെപ്പോലെ ഒരാൾ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ വളരെ നിസ്സാരനായി 2 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ഇറങ്ങിപ്പോയാൽ അത് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കുമെന്ന് സംസ്ഥാന പോലീസിന് വളരെ കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ സാലി പറഞ്ഞതുപോലെ ഇനി ഇതിൻ്റെ റിസൾട്ടുകൾ, ഇന്ന് എടുത്ത സാമ്പിളുകളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ രൂപം മാറുകയാണ്, അല്ലേ സാലി? അതായത് ഷമി, ഈ ഷൈന്റെ ബന്ധുക്കളുടെ പിതാവടക്കമുള്ളവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം 2015 കേസിൽ പോലീസ് തോറ്റതാണ്. അത് തോറ്റതാണോ, പോലീസിന്റെ വീഴ്ചയാണോ, മനഃപൂർവ്വമാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു കേസാണ്. കാരണം 2015 ജനുവരി 31 കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് 4 മോഡലുകൾക്കൊപ്പം ഷൈൻ ടോം ചാക്കോ പിടികൂടുന്നു. കൊക്കൈൻ ഉണ്ടായിരുന്നു, കൊക്കൈൻ ഉൾപ്പെടെയാണ് പിടികൂടുന്നത്. പക്ഷെ അതിൽ ശാസ്ത്രീയമായ പരിശോധന നടത്താനോ കോടതിയിൽ തെളിയിക്കാനോ ഒട്ടേറെ വീഴ്ചകൾ അന്ന് പോലീസിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതായത് അന്ന് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചെന്ന് പരിശോധിക്കാൻ പോലും ഒന്ന് റെയ്ഡ് നടത്തിയ സംഘം തയ്യാറായില്ല. പോലീസ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ സെർച്ച് ഉൾപ്പെടുത്തിയിരുന്നില്ല. രഹസ്യ വിവരം ലഭിച്ചതായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞത്, പിന്നെ കോടതിയിൽ എത്തിയപ്പോൾ തള്ളി പറഞ്ഞു. ഫ്ളാറ്റ് തുറന്നതായിരുന്നു, ആദ്യം അകത്തേക്ക് പ്രവേശിച്ചതായിരുന്നു എന്നും ക്രോസിൽ അന്ന് പോലീസിന് പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പ്രതികളെ പരിശോധിച്ച് ഡ്യൂട്ടിയിൽ ഇല്ലാത്തൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അഡീഷണൽ സെഷൻസ് കോടതി ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ, ഈ 1 മാസം മുമ്പ് ഷൈനെ 10 വർഷം മുമ്പുള്ള കേസിൽ വെറുതെ വിടുന്നത്. അത് ശരിക്കും കണ്ണു തുറപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പോലീസ് അങ്ങനെ പെരുമാറി. 2015 നമുക്കറിയുന്ന പോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്തെ സംവിധാനമായിരുന്നു അത്. അതിനുശേഷം ഇപ്പൊ 10 വർഷത്തിന് ശേഷം കാലം മാറുമ്പോൾ ഇത്തരം കേസുകളിൽ പ്രമുഖന്മാർ പ്രതികളാവുന്ന കേസുകളിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടി തന്നെ ഈ കേസിൽ, അന്നത്തെ കേസിൽ തൊണ്ടി മുതൽ മയക്കുമരുന്ന്, പ്രതികൾ, സാഹചര്യം എല്ലാം പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നു. ആ ഫ്ളാറ്റിൽ നിന്ന് കൊക്കൈൻ അടക്കമാണെന്ന് ഷൈൻ ടോം ചാക്കോനെ പിടികൂടിയത്. ഇന്ന് സാഹചര്യം വേറെയാ, ഒരു തെളിവുമില്ല, ഒന്നും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ തെളിവുകളാണിത്. അതായത് ആകെ ഉള്ളത് ഷൈൻ ടോം ചാക്കോ ഒരു ഗോവണിപ്പടി ഇറങ്ങി ഓടി പുറത്തേക്ക് പോകുന്ന ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് ഈ കേസ് ഇവിടം വരെ എത്തിച്ചത് എന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. അന്നത്തെ പോലീസ് സംവിധാനവും ഇന്നത്തെ പോലീസ് സംവിധാനവും, അന്നത്തെ ഭരണകൂടവും ഇന്നത്തെ ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. കാരണം നിലപാടിന്റെ പ്രശ്നമാണ്. അപ്പൊ എങ്ങനെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യണം എന്ന് ഇപ്പൊ പോലീസിന് നല്ല ബോധ്യമുണ്ട്. അതിനനുസരിച്ച് തന്നെ പോലീസ് കേസ് ഫ്രെയിം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഇത്ര പ്രമുഖനായ ഒരാളെ NDPS-ന്റെ 27B-യും 29-ഉം BNS-ന്റെ 238 പ്രധാനപ്പെട്ട 3 വകുപ്പുകളിട്ട് പൂട്ടാൻ പോലീസിന് കഴിഞ്ഞെങ്കിൽ അത്ര ആത്മാർത്ഥയോടെ, ശാസ്ത്രീയമായി, ടെക്നിക്കലായി പോലീസ് ആക്ട് ചെയ്തുകൊണ്ടുകൂടിയാണ്. ആ ആക്ട് എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് ഈ സമകാലിക കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യം കൂടെ പ്രശ്നമാണ്. മയക്കുമരുന്ന് വ്യാപനം, അതിനോട് സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുന്ന സമീപനം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസും ഭരണ സംവിധാനവും ഒന്നാകെ അതിനെതിരെ പോരാടുന്ന സംവിധാനം, ആ ഒരു കാലത്ത് പോലീസിന് ആക്ട് ചെയ്തേ പറ്റൂ എന്നുള്ളതിൽ നിന്നാണ് ഈ കേസ് ഇവിടം വരെ എങ്കിലും എത്തിയത് എന്നുള്ളതാണ്. ഒരു തെളിവുമില്ലാത്ത, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തിക്കാൻ ഇപ്പൊ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് വരും ദിവസങ്ങളിൽ വരുന്ന തെളിവുകളും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ഷൈനിന് മാത്രമല്ല, സമാന സ്വഭാവക്കാരായ മുഴുവൻ ആളുകൾ അവരെത്ര പ്രമുഖരാണെങ്കിലും അവർ അഴിക്കുള്ളിലാക്കും എന്ന സമീപന ഭാഗം തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ
ഷൈനിന് കുരുക്കാവുന്ന തെളിവുകളും കൂടിയാവുമ്പോൾ 21, 22 അത് 21 വന്നാലും 22 വന്നാലും ഷൈനിന് ചെറുതല്ലാത്ത കുരുക്കാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്ന് ഇറങ്ങിപ്പോയ ലാഘവത്തോടെ 21-നാണെങ്കിലും 22-നാണെങ്കിലും ഷൈനിന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അതാണ് പോലീസിന്റെ നിലപാട്. സാലി, ആദ്യം ഒരു ഡിവൈഎസ്പി വരുന്നു, അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ ഡിവൈഎസ്പി വരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് 3 ഡിവൈഎസ്പിമാരാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തത്. ഏതാണ്ട് 5 മണിക്കൂറോളം, 4 മണിക്കൂറിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോയി. അതും വളരെ കൃത്യമായ CDR രേഖകൾ, അതുപോലെ തന്നെ GPയും സംബന്ധിച്ച രേഖകൾ, ഫോൺ രേഖകൾ, അങ്ങനെ ഓരോ രേഖകളും കൃത്യമായി വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ഇയാളുടെ നിലപാട് മാറ്റമുണ്ടായത്. അതുവരെ ഈ പറഞ്ഞ വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായി ആ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഷൈൻ ടോം ചാക്കോ ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ പോലീസിൻ്റെ വഴിയിലേക്ക് വന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചു. പോലീസിന് ഭാവിയിൽ കണ്ടെടുക്കേണ്ട തെളിവുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിനോട് പറയേണ്ടി വന്നു. എല്ലാ മയക്കുമരുന്ന് കച്ചവടക്കാരുമായിട്ടുള്ള റിലേഷൻസ് തുറന്നു പറയേണ്ടി വന്നു. സെറ്റുകളിൽ തൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് ആണ് ഈ ലഹരി കത്തിച്ചുപയോഗിക്കുന്നത് എന്ന വിവരങ്ങളടക്കം പോലീസിനോട് പറയേണ്ടി വരികയാണ്. അതായത് ഒരു സംസ്ഥാനത്തെ ഒരു പ്രമുഖ നടൻ, അയാളുമായി ബന്ധപ്പെട്ട്, അത് മാത്രവുമല്ല സാലി, ഈ ഷൈൻ ടോം ചാക്കോ സിനിമയിൽ ഏതാണ്ട് 2000 കാലഘട്ടത്തിൽ വരുന്ന ഒരാളാണ്. സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരുമായും വലിയ ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെയുള്ള മയക്കുമരുന്ന് വ്യാപാരികൾ, തസ്ലീമയെ പോലെയും ഈ സജീറിനെ പോലെയുമുള്ള മയക്കുമരുന്ന് വ്യാപാരികളുമായി നേരിട്ട് ബന്ധം പുലർത്തുകയാണ്. അതായത് ഇയാളുടെ ഒരു സിനിമാ സെറ്റിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ സാധനങ്ങൾ എത്തിക്കാൻ ആളുണ്ട് എന്ന് അയാൾ തന്നെ പോലീസിനോട് പറയുന്ന ഒരു സാഹചര്യം. അതായത് ഭാവി തലമുറയെ കൂടി, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭാവി തലമുറയെ കൂടി ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ഒരു ഭാഗത്ത് ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗത്ത്, അതായത് ഇയാളുടെ ഇൻ്റർവ്യൂകൾ യൂട്യൂബിൽ അടക്കം നമ്മൾ എടുത്തു നോക്കിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇത് കണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരാണ് അതിൽ 90%. ഇയാളുടെ ബോഡി ലാംഗ്വേജ്, ഇങ്ങയുടെ ഭാഷ, അതെല്ലാം തന്നെ ഈ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഒന്നും ചെയ്യാനില്ല എന്നെ എന്നുള്ള ആ ഒരു ഭാഷ്യം ഈ ശരീരഭാഷയിൽ എപ്പോഴും ഉണ്ട്. അത് കണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ, ഈ സിനിമയെ ആരാധിക്കുന്ന, സിനിമാ നടന്മാരെ ആരാധിക്കുന്ന ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ വളരുന്നത്. 2 തരത്തിലാണ് സമൂഹത്തിൽ ഇങ്ങേര് മോശമായ മെസ്സേജ് നൽകുന്നത് സാലി. അതായത് ഇപ്പൊ സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്ന മയക്കുമരുന്നും അതിന്റെ ഉപയോഗവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇത്തരം കുറെ ആളുകളുടെ പങ്കാളിത്തമുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇവരുടെ പെരുമാറ്റവും ഒക്കെ വളരെ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതായത് ഇത്തരം ആളുകൾ എത്ര വലിയവരായാലും ഇതിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയേ പറ്റൂ എന്ന സന്ദേശം ഈ കേസ് നൽകുന്നുണ്ട്. അതാണ് പൊതുസമൂഹം കാണുന്ന ഒരു പോസിറ്റീവ് വശം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തെളിവുള്ള കേസിൽ പിടിക്കുകയായിരുന്നില്ല, തെളിവുകൾ ശേഖരിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു, തെളിവുകൾ കണ്ടെത്തി പിടികൂടുകയായിരുന്നു, തെളിവുകൾ ഉറപ്പിച്ച് അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. അപ്പം ഇത് നൽകുന്ന ഒരു സന്ദേശം പൊതുസമൂഹത്തിന് കൃത്യമാണ്. ഈ പറയുന്ന ആളുകൾ, ഈ ഷൈനിനെ പോലെയുള്ള ആളുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊക്കെ യുവാക്കൾക്ക് നൽകുന്ന സന്ദേശത്തിന് പുറത്താണത്. അതിനേക്കാൾ ഉപരിയാണ് പോലീസും ഭരണകൂടവും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇത്തരം ആളുകൾ എത്ര വൻപന്മാരായാലും എത്ര ഉന്നതരായാലും ഏത് സെലിബ്രിറ്റി ആണെങ്കിലും അവർ അകത്തു പോകും എന്നൊരു സന്ദേശം തന്നെ പോലീസ് ഒരിക്കൽ കൂടി നൽകുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അതേതായാലും ഇനിയുള്ള ദിവസങ്ങളും അക്കാര്യത്തിൽ നിർണായകമാണ്. അതുകൊണ്ടുകൂടിയാണ് പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനകം ശേഖരിച്ച തെളിവുകൾക്ക് പുറമെ കൂടുതൽ വിവരങ്ങൾ തേടാൻ ഒരുങ്ങുന്നത്, കൂടുതൽ ചോദ്യം ചെയ്യലിന് ഇറങ്ങാൻ പോകുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇത് ആദ്യത്തെ ദിവസം റെയ്ഡ് നടന്ന 14-ാം തീയതിയിലത്തെ സാഹചര്യമല്ല പോലീസിന്റെ കൈവശം കുറെ അധികം തെളിവുകളുണ്ട്. തസ്ലീമ അടക്കമുള്ള പ്രതികൾ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നൽകിയ മൊഴികളുടെ പിൻബലമുണ്ട്. അതിലൊക്കെ ചേർത്താണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. ഏതായാലും ഇതിലകത്തായാലും ഷൈൻ ടോം ചാക്കോയെ കാത്തിരിക്കുന്ന മറ്റൊരു കേസാണ് ആലപ്പുഴ എക്സൈസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. അവരും ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കും, തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. അപ്പൊ ഇക്കാലം അത്രയും പ്രചരിപ്പിച്ചതിനൊക്കെ ഒരു അവസാനം വരാൻ പോകുന്നു എന്ന് തന്നെ ഈ കേസുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ചുള്ള ചുവടുവെപ്പുകളാണ് ഇവിടെ പോലീസും ആലപ്പുഴയിൽ എക്സൈസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അവസാനിക്കുന്നില്ല, കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം.
സാലി, സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സംവിധാനവും സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാധ്യമങ്ങളും എല്ലാം ഒരുപോലെ ലഹരിക്കെതിരായിട്ടുള്ള വലിയ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹത്തെ, പ്രത്യേകിച്ചും യുവാക്കളെ, നമുക്കറിയാം എം പി രാജേഷ് നൽകിയ കണക്ക് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് 3000-ഓളം കുട്ടികൾ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് വലിയ തോതിൽ നമ്മൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് ഈ സമൂഹം പോകുന്നത്, സർക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൈമൈ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഇതിന് എതിരെ പോരാടണമെന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും പറയുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇയാളെ പോലെ ഒരു ഷൈൻ ടോം ചാക്കോയെ പോലെ ഇത്രയും സെലിബ്രിറ്റിയായ ഒരാൾ ഈ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള കാര്യമാണ്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഈ ഷൈൻ സ്റ്റാറ്റസ് ഇടുകയാണ് സാലി. അതായത് ഈ പോലീസിനെയും മാധ്യമങ്ങളെയും ഈ സമൂഹത്തെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾ സ്റ്റാറ്റസ് ഇടുകയാണ്. അതായത് നേരത്തെ ഞാൻ സാലിയോട് സാലി പറഞ്ഞതുപോലെ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉള്ളിൽ കിടക്കുകയാണ്. അതായത് എന്നെ തൊടാൻ ഈ ഒരു സംവിധാനത്തിന് പറ്റില്ല എന്നൊരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഇന്ന് പൊളിഞ്ഞ് പാളീസായി പോയില്ലേ സാലി? തീർച്ചയായും ആ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം പഴയ കേസിലെ വിജയം തന്നെയാണ്. പക്ഷെ കാലം മാറി, പോലീസ് ആക്ട് ചെയ്യുന്ന രീതി മാറി, പൊതുസമൂഹത്തിന്റെ നിലപാട് കുറച്ചുകൂടി കർശനമായി, ഭരണകൂടം കുറച്ചുകൂടി കർക്കശമായ നിലപാടിലേക്ക് പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഷൈനെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ എളുപ്പമല്ല ഈ കേസ്. ഷൈനെ സംബന്ധിച്ചിടത്തോളം ഷൈന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു ബേസ് അന്ന് 2015 ജനുവരി 31 അറസ്റ്റിലാകുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കൊക്കൈൻ പിടികൂടിയിരുന്നു. ഇന്ന് അയാൾ ആ സ്പോട്ടിൽ നിന്ന് പിടിച്ചിട്ടില്ല. അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരം ഒരു CCTV ദൃശ്യം മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ള. അവിടെ നിന്ന് തന്നെ കുരുക്കാനുള്ള തെളിവ് ശേഖരിക്കാൻ പോലീസിന് കഴിയില്ല എന്ന അതിരുകടന്ന ആത്മവിശ്വാസമാണ് അയാളെ ഇന്ന് സ്റ്റേഷനിൽ എത്തിച്ചത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എക്കാലത്തേക്കും സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും. കാരണം ഒരു തെളിവുമില്ലായ്മയിൽ നിന്ന് ഒരു പ്രതിയെ കുരുക്കാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ശേഖരിക്കുന്നതിലേക്ക്, അത് പ്രത്യേകിച്ച് മയക്കുമരുന്ന് പോലുള്ള ഒരു കേസിൽ എത്താനായി എന്നുള്ളതാണ് പോലീസിന്റെ നേട്ടം. അത് സാലിയിലേക്ക് തിരികെ എത്താം.